സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ ഗൗരവത്തോടു കൂടിയ ചർച്ചകൾ നടന്നിട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. ആമുഖമായി ഇവിടെ സംസാരിച്ച സഖാക്കളും ഒറ്റ വാക്കിലാണെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പാനന്തരം ആരാണ് ഇന്ത്യ ഭരിക്കുക എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരാറുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആര് ഇന്ത്യ ഭരിക്കും എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ചോദ്യം തിരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യയുണ്ടാവുമോ എന്നതാണ്. നമ്മുടെ രാജ്യം ഈ ലോക ഭൂപടത്തിൽ ഇന്ന് കാണുന്ന രൂപഭാവങ്ങളോടെ നിലനിൽക്കുമോ എന്നതാണ് ഏറെ ആശങ്കാജനകമായ ചോദ്യം. അതിൻ്റെ വർത്തമാനകാല ഇന്ത്യൻ പരിസരത്തെക്കുറിച്ചെല്ലാം എല്ലാവരും ബോധവാന്മാരാണ് എന്നതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ മാത്രമേ സാധിക്കൂ എന്നത് പകലുപോലെ വ്യക്തമാണ്. ഇത്രമാത്രം വൈവിധ്യസമ്പൂർണമായ ഒരു രാജ്യം ഈ ലോകത്തിൽ ഇന്ത്യ പോലെ വേറൊന്നില്ല. ആ വൈവിധ്യങ്ങളുടെ അടിത്തറയിലാണ്, ബഹുസ്വരതയുടെ അടിത്തറയിലാണ്, മതനിരപേക്ഷതയുടെ അടിത്തറയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന സംഘപരിവാരം RSS ആ വൈവിധ്യങ്ങളെയും മതനിരപേക്ഷതയെയും അംഗീകരിക്കുന്നില്ല, തെല്ലും മാനിക്കുന്നില്ല എന്നതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാകെ ഈ സമയത്ത് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ താല്പര്യാനുസരണം ഒരു വർഗീയ മതാധിഷ്ഠിത രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് RSS കോപ്പുകൂട്ടുന്നത്. 2025 ആകുമ്പോഴേക്ക് RSS രൂപീകരിച്ചിട്ട് 100 കൊല്ലം തികയുകയാണ്. രൂപീകരണത്തിന്റെ 100ാം വർഷം ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റണം എന്നാണ് RSS കണക്കാക്കുന്നത്. മതനിരപേക്ഷ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി ഇന്ത്യയെ മത റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. ആ മത റിപ്പബ്ലിക്ക് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയെല്ലാം തകർക്കുന്നതാണ്. അതിന്റെ ആദ്യപടിയായാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പലായനങ്ങളുടെയോ അടിച്ചമർത്തലുകളുടെയോ അഭയാർത്ഥികളുടെയോ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ രാജ്യം മത റിപ്പബ്ലിക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ മതനിരപേക്ഷത, ഈ തുല്യാവകാശം, എല്ലാവർക്കുമുള്ള ഭരണഘടനാപരമായ തുല്യാവകാശം ഇല്ലാതായാൽ തങ്ങൾക്ക് അനഭിമതരായവരെ ആകെ നമ്മുടെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാൻ, അടിച്ചോടിക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് രാജ്യത്തിന്റെ സ്ഥിതി. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കാത്തുരക്ഷിക്കാൻ, ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന പേരിൽ ഈ രാജ്യം ഒരു പോറലുമേൽക്കാതെ നാളെയും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയുടെ കൊടിക്കൂട ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് സന്നദ്ധമായി എന്നതൊരു വസ്തുതയാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിനെയും നെഹ്റുവിനെയും എല്ലാം എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുമ്പോഴും നെഹ്റു മതനിരപേക്ഷതയുടെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധനായി എന്ന വസ്തുത നമ്മുടെ മുൻപിലുണ്ട്.
പക്ഷെ ഇന്ന് പണ്ഡിറ്റ് നെഹ്റു ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു. നെഹ്റുവിനോടൊപ്പം നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷതയും കോൺഗ്രസിൽ മരിച്ചു. കോൺഗ്രസിന് ഇന്ന് സംഘപരിവാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയും വിധം രാജ്യത്തെ മതനിരപേക്ഷ ചേരിയെ ഒരുമിച്ച് നയിക്കാനോ നേതൃത്വം കൊടുക്കാനോ ഉള്ള സന്നദ്ധത കോൺഗ്രസിനില്ല. വർത്തമാനകാല ഇന്ത്യയിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഓരോ ദിവസവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും BJP-യിലേക്ക് ഒറ്റയ്ക്കും കൂട്ടായും നേതാക്കന്മാർ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. എത്രയെത്ര വലിയ നേതാക്കന്മാർ! 12 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോ BJP. 12 പേർ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോയി. പഞ്ചായത്ത് മെമ്പറോ MLA MP ഒന്നുമല്ല, മുഖ്യമന്ത്രിമാരായിരുന്നു പോയി. ഇപ്പൊ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന BJP നേതാക്കന്മാർ പലരും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാസങ്ങളിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയവരാണ്. ഇപ്പൊ മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ് ഇവിടങ്ങളിലെ ഒക്കെ മുഖ്യമന്ത്രിമാരായി നിൽക്കുന്ന BJP-യുടെ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് സമീപകാലത്ത് ചേക്കേറിയവരാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ മുതൽ ഒടുവിൽ ഇപ്പൊ കേരളത്തിൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൾ BJP-യിൽ പോയി. കരുണാകരന്റെ മകൾ BJP-യിൽ പോകുന്നതിന് മുമ്പ് ആന്റണിയുടെ മകൻ BJP. അതിനു മുൻപ് R. ശങ്കറിന്റെ മകൻ പോയി. കേരളത്തിലെ അവസാനത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവനായിരുന്നു R. ശങ്കർ. 1962 കേരളത്തിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ നേതാവ്. അപ്പോ R. ശങ്കറിന്റെ മകൻ, ആന്റണിയുടെ മകൻ, കരുണാകരന്റെ മകൾ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ എല്ലാം മക്കൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതാര് എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ സൂചനകളും വന്നുകിടും. ഞാനിപ്പോ പ്രവചനത്തിലൊന്നും മുതിരുന്നില്ല. അങ്ങനെ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തുന്നത്. KPCC-യുടെ പ്രസിഡന്റ്, ഇപ്പൊ കണ്ണൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K. സുധാകരൻ പരസ്യമായി ഒരു മറയുമില്ലാതെ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞു, എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകും, ഒരുത്തനെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ BJP-ക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നതുകൊണ്ട് BJP-യുടെ നേതൃത്വത്തെ പ്രീതിപ്പെടുത്താനായി ആ ചരിത്ര സത്യവും സുധാകരൻ പറഞ്ഞു. RSSന്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ കാവൽ നിന്ന ചരിത്രം തനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ആത്മാഭിമാനമുള്ള ഒരൊറ്റ കോൺഗ്രസുകാരന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ പരസ്യമായി എതിർക്കാൻ മുന്നോട്ട് വന്നില്ല. ഇന്ത്യൻ വർഗീയതയുടെ ആൾരൂപമായി വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ ഏറ്റവും പ്രമുഖനായ സംഘപരിവാരത്തിന്റെ നേതാവായിരുന്നു ഗോൾവാൾക്കർ. വിചാരധാര എഴുതിയ അദ്ദേഹമാണ്. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ആ ചിത്രത്തിന്റെ താഴെ തലകുനിച്ച് നട്ടല് വളച്ച് മുട്ടുമടക്കി നിന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. ഇവരെല്ലാം അവരവരുടെ BJP പ്രവേശനത്തിന്റെ പാത ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്ന സൗഹൃദ തർക്കം തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് പോകുമോ അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ ഇവരൊക്കെ BJP-യിലേക്ക് പോവുക എന്ന് മാത്രം. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലെല്ലാം കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കന്മാർ BJP-യിലേക്ക് പോയി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് 3 തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയധരണി കഴിഞ്ഞ മാസമാണ് BJP. കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി PCC സെക്രട്ടറി HN രവീന്ദ്ര ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJP. ജാർഖണ്ഡിൽ കോൺഗ്രസിന് ഒരൊറ്റ MP, ഒരേ ഒരു MP
മുൻ മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ ഭാര്യ ഗീതാ കോട, അവര് BJP. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത അത്ര നേതാക്കന്മാർ. ഇപ്പൊ ഇന്നത്തെ വാർത്ത, കോൺഗ്രസിന്റെ അവശേഷിച്ച ഒരു വക്താവ്, അഖിലേന്ത്യാ വക്താവ് BJP. കഴിഞ്ഞ കൊല്ലം നേതാക്കന്മാരെല്ലാം ഇങ്ങനെ പോയപ്പോ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കാൺപൂരിൽ നിന്നുള്ള നേതാവ് അജയ് കപൂറിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം BJP-യിലേക്ക് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നേതാക്കന്മാരുടെ കൊഴിഞ്ഞു പോക്കിന് ഒരു തടയിടാൻ ആവശ്യമായ തന്ത്രം നിങ്ങൾ ആവിഷ്കരിക്കണം. രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആ ഉത്തരവാദിത്വം ശിരസാവഹിച്ച AICC ജനറൽ സെക്രട്ടറി ചില്ലറക്കാരനല്ല, അജയ് കപൂർ, അന്നു മുതൽ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നതിന്റെ കാര്യകാരണങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. ആ പഠനം പൂർത്തിയാക്കി 2 ആഴ്ച മുമ്പ് അജയ് കപൂർ BJP-യിൽ ചേർന്നു. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാനാവും? ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വന്നു. നമ്മുടെ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുന്ന കരിനിയമത്തിന്റെ നിർമ്മാണമാണ്. നാളെ മതത്തിന്റെ പേരിൽ മനുഷ്യർ ഇന്ത്യയിൽ നിന്ന് പുറത്താവും. ലോകത്തിലൊരു രാജ്യവും പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം പരിഗണിക്കുന്നേയില്ല. നിങ്ങൾ ഈ ആഞ്ഞിലങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും അമേരിക്കയിൽ പോയി അവിടെ പൗരത്വത്തിന് അപേക്ഷ കൊടുത്താൽ നിങ്ങളുടെ മതമേത് എന്ന് നോക്കിയിട്ടല്ല പൗരത്വം. അമേരിക്കയിൽ, ബ്രിട്ടനിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ ഏത് രാജ്യത്ത് പോയാൽ അവിടുത്തെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ നിങ്ങളുടെ മതം മാനദണ്ഡമല്ല. ലോകത്തിൽ എവിടെയുമല്ല, ഇന്ത്യയിലുമായിരുന്നില്ല. എന്നാൽ ആദ്യമായി ഇന്ത്യയിൽ പൗരത്വത്തിന് മതം മാനദണ്ഡമായി മാറുന്നു. അതാണ് പ്രശ്നം. അപ്പൊ ചിലർ പറയുന്നുണ്ട്, ഇത് മറ്റാരും ഭയപ്പെടണ്ട, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഈ നുഴഞ്ഞു കയറിയവരെ മാത്രം പിടിക്കാനാണ്. പച്ചക്കള്ളം. ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരും നാളെ ഈ കരിനിയമത്തിന്റെ ഇരകളായി മാറാം. ഏതെങ്കിലും ഒരു RSSകാരന് ഒരു പരാതി കൊടുക്കുന്നു, നിങ്ങളിൽ ആരെയെങ്കിലും കുറിച്ച് ഇയാൾ പാകിസ്ഥാന്റെ ചാരനാണ്, ഇന്ത്യയിലെ പൗരനല്ല എന്നൊരു പരാതി കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അവൻ നിങ്ങൾ പൗരത്വം തെളിയിക്കണം. എങ്ങനെയാണ് പൗരത്വം തെളിയിക്കേണ്ടത്? അസാധ്യമാണ്. പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് തെളിയിക്കാനുള്ള രേഖ ആർക്കും സംഘടിപ്പിക്കാനാവാത്ത രേഖകളാണ്. അതിലൊരു രേഖ, നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ പിതാവിന്റെ ജനന തീയതി, ജനന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഹാജരാക്കണം. ഇവിടെ ഈ അങ്ങാടിയിൽ ഇപ്പോ നിൽക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ പിതാവിന്റെ നിങ്ങളുടെ മുത്തച്ഛന്റെ, നിങ്ങളുടെ വല്യാപ്പയുടെ ജനന തീയതി അറിയാം? ഒരാൾക്കറിയും, ഒരൊറ്റയാൾക്ക്. ആ ജനന സർട്ടിഫിക്കറ്റ്, അതിന്റെ കോപ്പി ആരുടെയെങ്കിലും കയ്യിൽ, പിതാവിന്റെ പോയിട്ട് പിതാവിന്റെ ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി? അത് കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നത്. ഇഷ്ടമില്ലാത്തവരെയെല്ലാം പിടികൂടാൻ, രാജ്യത്തിന്റെ വെളിയിൽ തള്ളാൻ, രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കാൻ ഭരണകൂടത്തിന് അധികാരം നൽകുന്ന നിയമമാണോ എന്നുള്ളത്. ഇപ്പോ ആ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ്. നാളെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കും RSSന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സകലർക്കുമെതിരെ ഉപയോഗിക്കും. അപ്പോ വലിയ അരക്ഷിതാവസ്ഥയിലാണ് നാട്ടിലെ ജനങ്ങൾ. അർത്ഥശങ്കക്കിടയില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല. അതാണ് പ്രഖ്യാപനം. കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് പത്രലേഖകർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കരിനിയമം നിങ്ങൾ റദ്ദാക്കുമോ? ഖാർഗെയോട് ചോദിച്ചു. ഖാർഗെ ആ ചോദ്യം ചോദിച്ച പത്രലേഖകനെ പരിഹാസത്തോടുകൂടി ഒരു ചിരി, എന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രിയിലൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ഇന്നേക്ക് 16 രാത്രികൾ കഴിഞ്ഞു.
മിണ്ടിയിട്ടില്ല ഒരക്ഷരം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി, ന്യായ് പത്രിക, പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു വാക്കില്ല, മിണ്ടിയിട്ടില്ല. എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എങ്ങനെ പിണറായി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയും. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ ചോദ്യം ചോദിക്കുന്നതിൽ നമുക്കൊരു അത്ഭുതവും. എന്തുകൊണ്ട്? തലയിൽ അല്പമെങ്കിലും ആൾ താമസമുള്ളവർ ബിജെപി എന്ന പാർട്ടിയുടെ 7 അയലത്ത് പോലും കടന്നു പോവില്ല എന്ന് നന്നായിട്ട് അറിയുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മളെ അലോസരപ്പെടുത്തുന്ന അതല്ല. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ച അതേ ചോദ്യം, അതേ വാചകങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പാക്കില്ല എന്ന് എങ്ങനെ പറയും? ഇതാണ് ചോദ്യം. യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് ഇതേ ചോദ്യം ചോദിക്കും. ബിജെപിക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരേ സ്വരം, ഒരേ ഭാവം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എങ്ങനെയാണ് പിണറായി പറയുക? ഇതാണ് ചോദ്യം. ഈ 3 കൂട്ടരും ഈ നിയമം നടപ്പാക്കണം എന്ന് വാദിക്കുകയാണ്. എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ കാരണം? നിയമം പാസാക്കിയത് പാർലമെന്റാണ്. പാർലമെന്റിന് മാത്രമല്ല നിയമം പാസാക്കാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ട്. അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾക്കുണ്ട്. എടപ്പറ്റയിൽ ഒരു വായനശാല ഉണ്ടെങ്കിൽ ആ വായനശാല കമ്മിറ്റിക്ക് കൂടിയിരുന്ന് ഒരു നിയമം പാസാക്കാം. ആ വായനശാലയെ സംബന്ധിച്ചൊരു നിയമം. അങ്ങനെ ഇന്ത്യയിൽ നിയമനിർമ്മാണാധികാരമുള്ള സഭകൾ ആര് നിയമം പാസാക്കിയാലും ശരി, ആ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അതാണ് പ്രാഥമികമായ നിയമം. രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമം ഇന്ത്യൻ ഭരണഘടനയാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം. രാജ്യത്തിന്റെ നിയമസഭകളിൽ, പാർലമെന്റിൽ എവിടെ ആര് എപ്പോ നിയമം പാസാക്കിയാലും അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലിക കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ 14, ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. തുല്യാവകാശം. ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന മനുഷ്യർ തുല്യരാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം. അപ്പൊ പിന്നെ പൗരത്വത്തിന്റെ അപേക്ഷയിൽ മതം നോക്കാൻ പാടില്ല. ഏത് മതക്കാരനായാലും അവന് തുല്യ അവകാശമാണ്. അപ്പൊ എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലിക കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ഈ നിയമം. ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല പൗരത്വ ഭേദഗതി നിയമം. ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമവും ഏത് പാർലമെന്റ് പാസാക്കിയാലും നടപ്പിലാക്കാനുള്ള ബാധ്യതയില്ല എന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയത്. പാർലമെന്റ് പാസാക്കിയതല്ലേ എന്ന് ചോദിച്ചാൽ, നിർഭാഗ്യവശാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോഴുള്ളവരിൽ മഹാഭൂരിപക്ഷവും വിവരം കെട്ടവരാണ്, വിവരദോഷികളാണ്. അവരങ്ങനെ പല നിയമവും പാസാക്കും. പക്ഷേ ആ നിയമങ്ങളിൽ ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്ത, ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഒരു നിയമവും നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമില്ല. അതാണ് പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഞാൻ രാത്രിയിൽ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങയുടെ സ്വത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് എഴുതി കൊടുക്കാമോ എന്നല്ല ചോദിച്ചത്. തന്റെ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ഈ കരിനിയമം റദ്ദാക്കുമോ എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം തീ തിന്നു ജീവിക്കുന്ന ഈ നിയമം ഉയർത്തിവിടുന്ന വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും മുന്നിൽ നാളെ എന്ത് എന്നറിയാതെ ആശങ്കയിലാണ്ടുപോയ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. അതിന്റെ മുന്നിൽ നിവർന്നു നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കും എന്ന് പറയാനുള്ള ആർജവമല്ലേ ഇല്ലാതെ പോയി. അതാണ് കോൺഗ്രസ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമുക്ക് ആശ്രയിക്കാനാവുക അടിയുറച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇടതുപക്ഷത്തെയാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഇനിയിപ്പോ കേരളത്തിൽ മത്സരിക്കുന്ന 20 പേരും ജയിച്ചാലും
നിങ്ങൾ ഇന്ത്യ ഭരിക്കുമോ? ആരിന്ത്യ ഭരിക്കും എന്നതിലല്ല പ്രശ്നം. ഇന്ത്യയെ തകർക്കുന്ന നയം സ്വീകരിക്കുമ്പോ അതിനെതിരെ ആര് പോരാടും? അതാണ് ചോദ്യം. ആര് പോരാടും? ആര് പ്രതിഷേധിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് 18 ആൾ UDF-ന്റെ ജയിച്ചുപോയി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കശാപ്പിന്, മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. UAPA ഭേദഗതി, NIA ഭേദഗതി, മുത്തലാഖ് നിയമം, ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം, ഒടുവിൽ പൗരത്വ ഭേദഗതി ബില്ല്. ഇങ്ങനെ ഓരോന്നായി വന്നപ്പോ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ ഏതെങ്കിലും UDF MPമാരുടെ ശബ്ദം അവിടെ നമ്മൾ കേട്ടോ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന പദവിയില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ചുരുങ്ങിയത് 55 MPമാരെങ്കിലും വേണം. അതില്ല. എങ്കിലും പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവാണത്. അതുകൊണ്ടോ രാഹുൽ ഗാന്ധി എപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ എണീറ്റ് നിന്നാലും സംസാരിക്കാൻ മൈക്കൂ. അതൊരു കീഴ്വഴക്കമാണ്. അപ്പോ രാജ്യത്തെ തകർക്കുന്ന നിയമനിർമ്മാണം ഉണ്ടാവുമ്പോ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാനുള്ള അവസരം കിട്ടും. എല്ലാ എംപിമാരും എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അപ്പോ സംസാരിക്കാൻ അവസരം കിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അവസരം കിട്ടും. കാരണം അദ്ദേഹം പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി എത്ര തവണ എണീറ്റ് നിന്നു, എന്ത് സംസാരിച്ചു? വോട്ട് ചോദിക്കാനെത്തുന്ന UDF കോൺഗ്രസ് വിശദീകരിക്കണ്ടേ? ആ മനുഷ്യൻ ആ വഴിക്കേ പോകാറില്ല, പാർലമെന്റിലേക്ക് പോകാറില്ല. അദ്ദേഹത്തിന്റെ ഹാജർ എത്ര? അതിപ്പോ പരസ്യരേഖയാണ്. ലോക്സഭാ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഓരോ MPമാരുടെയും ഹാജർ, പാർലമെന്റിൽ ഹാജരായ ദിവസങ്ങൾ, പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾ, പങ്കെടുത്ത ചർച്ചകൾ, നടത്തിയ പ്രസംഗങ്ങൾ, എല്ലാ വിവരവും അത് നോക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന വയനാടിന്റെ MP പാർലമെന്റ് സമ്മേളിച്ച പകുതി ദിവസം ആ വഴിക്ക് പോയിട്ടില്ല. 50% ഹാജർ. ഈ നാടിനെ പ്രതിനിധീകരിക്കേണ്ട ആളാണ്. ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. പാർലമെന്റിൽ പോവുകയില്ല. പോയ ദിവസങ്ങളിലോ വായ തുറക്കുകയില്ല. ഇതാണ് സ്ഥിതി. ഇങ്ങനെ ഒരാൾ പോയിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? UAPA ഭേദഗതി നിയമം വന്നപ്പോ, NIA ഭേദഗതി വന്നപ്പോ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MPമാരിൽ ആർജവത്തോടെ വ്യത്യസ്ത അഭിപ്രായം പറയുകയും എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്ത MPയുടെ പേര് AM ആരിഫ് എന്നാണ്. ആരിഫാണ്. അതിനുശേഷം കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നു. അപ്പൊ 2 അംഗങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഈ കരിനിയമങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ കശാപ്പിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നും പ്രതിഷേധിച്ചത് ആ 2 MPമാർ. മൂന്നാമതൊരാളില്ല ലോകസഭയിൽ. 20 ആളുണ്ടായിരുന്നെങ്കിലോ 20 പേരുടെ ശബ്ദം മുഴങ്ങുമായിരുന്നു. ആ 20 പേരുടെ കരുത്തിൽ ഇന്ത്യയിലെ ഒട്ടേറെ ചെറുകിട കക്ഷികൾ, 1 MP 2 MP ഒക്കെ ഉള്ള പാർട്ടികളുണ്ട്. പ്രാദേശിക പാർട്ടികൾ, മതനിരപേക്ഷ പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ, അവരെയെല്ലാം ഒരുമിപ്പിച്ചു നിർത്താൻ കഴിയുമായി. ഇടതുപക്ഷത്തിന്റെ സംഗമനത്തിന്റെ ചിറകിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ചെറുകക്ഷികളെ കൂടി ചേർത്ത് ഉള്ള കരുത്തുപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ ശബ്ദം ഇടിനാദം പോലെ പാർലമെന്റിൽ മുഴക്കാൻ, പാർലമെന്റിന്റെ നടുത്തളത്തെ സമരവേദിയാക്കി മാറ്റാൻ, രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് പാർലമെന്റിൽ സമരരൂപം കൊണ്ടുവരാൻ സാധിക്കുമായി. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മഹാഭൂരിപക്ഷ സീറ്റിലും നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരൊറ്റ സമരം പാർലമെന്റിന്റെ മുൻപാകെ കേരളത്തിലെ MPമാർ നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ സമരം നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഒരു സമരം നടത്തി. പക്ഷെ അത് കേരളത്തിന് വേണ്ടിയല്ല. പിന്നെന്തിനു വേണ്ടി? ഒരേ ഒരു തവണയാണ് കേരളത്തിലെ UDF MPമാർ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിഷേധിച്ചത്, സമരം ചെയ്തത്. അത് കേരളത്തിൽ കേരളയിൽ അനുവദിക്കരുത് എന്ന് കേന്ദ്ര സർക്കാരോട് പറയാൻ വേണ്ടിയിട്ടാണ്. കേരളം എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോകണം. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി
ഒരു സഹായവും ചെയ്യരുത് എന്ന് പറയാം. കേരളത്തിന്റെ ശത്രുക്കളായി നമ്മുടെ ദുരിതകാലത്ത് കേരളത്തിനുള്ള സഹായങ്ങൾ വെട്ടിച്ചുരുക്കിയപ്പോൾ പ്രളയകാലത്ത് നമുക്ക് തന്ന അരിക്ക് പോലും കണക്ക് പറഞ്ഞ പലിശ സഹിതം കാശീടാക്കിയത് അരുതെന്ന് പറയാൻ, ഞങ്ങളുടെ നാടായ കേരളത്തെ ദ്രോഹിക്കരുത് എന്ന് പറയാൻ നാവ് പൊങ്ങാത്ത വഞ്ചക പരീക്ഷകളാണ് കഴിഞ്ഞ 5 കൊല്ലം പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച UDF. നമ്മുടെ നാട് അനാഥമായിരുന്നു പാർലമെന്റിൽ. കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ വോട്ട് വാങ്ങി ജയിച്ചു പോയവർ തയ്യാറാകാതിരുന്നൊരു കാലം. ഇപ്പൊ മലപ്പുറം എത്ര കാലമായി ലീഗിന്റെ MP പൊന്നാനി, ഈ MP-മാർ ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ പാർലമെന്റിൽ സ്വീകരിച്ച നിലപാടെന്താണ്? വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളാണ്. ബോംബെയിൽ നിന്ന് വിമാനം കിട്ടി, 25 വിമാനം അന്നേ ദിവസം ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി. പക്ഷെ പാർലമെന്റിലെത്തി വർഗീയവാദികൾക്കെതിരെ നിലപാട് പറയാൻ മുട്ടുപറയ്ക്കുന്നവർ പാർലമെന്റിലേക്ക് പോയിട്ടൊരു കാര്യവും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ പോലെ മറ്റൊരു യോഗത്തിൽ പെരിന്തൽമണ്ണയിലേക്ക് പോകേണ്ടതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരവസരം. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭം. അക്കൂട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളോട് പ്രതിബദ്ധത കാണിക്കാൻ, അടിയുറച്ച നിലപാട് സ്വീകരിക്കാൻ അറച്ചു നിൽക്കുന്നു. BJP-യിൽ ചേരാൻ ജോത്സ്യനെ കണ്ട് സമയം കുറിച്ച് അത് വാങ്ങി കയ്യിൽ വെച്ച് ഊഴം കാത്തു നിൽക്കുന്നു കോൺഗ്രസിനും കൂട്ടാളികൾക്കും ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെയോ അവരുടെ ആശങ്കകളെയോ ഏറ്റെടുക്കാൻ പരിഹാരം കാണാനാവില്ല. ഇത് BJP-യുടെ B ടീം തന്നെ. അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മുടെ രാജ്യം വീണുപോകാതിരിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഈ സംഘപരിവാർ ഭീകരവാദികൾക്കെതിരെ ആർജവത്തോടെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന കരുത്തുറ്റ യോദ്ധാക്കൾ കടന്നുപോകും. കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നമുക്ക് ആശ്വസിക്കാം. പാർലമെന്റിൽ നമ്മുടെ നാട് അനാഥമായി പോയി. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ശബ്ദമുയർത്താൻ, കേരളത്തിന്റെ ആർജിത നേട്ടങ്ങൾ സംരക്ഷിക്കുന്നത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് ചോദിക്കാനും വാങ്ങിക്കാനും നമ്മുടെ നാടിനു വേണ്ടി പോരാടാനും നമ്മുടെ പ്രതിനിധികൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഇപ്പൊ കേരളത്തിലെ LDF ഗവൺമെന്റ് 8ാം വർഷത്തിലേക്ക് കടക്കുക. പവർ കട്ടില്ല. ഞാൻ എല്ലാ നേട്ടങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ ഒരു വാർത്ത വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉപഭോഗം ഇന്ന്. അടുത്ത പത്രം വരുമ്പോൾ, അടുത്ത ദിവസം വരുമ്പോൾ അത് മാറും. ആ ദിവസവും എന്താ കാരണം? ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടാണ്. പകൽ ഇതേപോലെ അങ്ങാടിയിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഫാനും പ്രവർത്തിക്കുകയാണ്. AC വാങ്ങാൻ കഴിയുന്നവരൊക്കെ വീട്ടിൽ AC വാങ്ങി വെക്കുക. അങ്ങനെ ചൂടാണ്. അപ്പൊ ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇങ്ങനെ ഓരോ ദിവസം ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു സെക്കൻഡ് പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. 2016 പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. അതിനു മുമ്പോ UDF ഭരിക്കുമ്പോഴോ ആദ്യം അരമണിക്കൂർ കട്ട്, പിന്നെ 1 മണിക്കൂർ കട്ട്, പിന്നെ അപ്രഖ്യാപിത കട്ട്. എന്താണ് അപ്രഖ്യാപിത കട്ട്? പുതിയ തലമുറയ്ക്ക് അതറിയില്ല. ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടിയോട് പവർ കട്ടെന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതത്തിൽ ആ 10 വയസ്സിനിടയിൽ ആ വാക്ക് കേട്ടിട്ടേ ഇല്ല. കാരണം എന്താണ്? ഓർമ്മയുറച്ച കാലത്തിന് ശേഷം അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അവൻ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ അതിപ്പോ ഓർമ്മയില്ല. അവന് 3 വയസ്സായപ്പോ പിണറായി മുഖ്യമന്ത്രി. പിന്നെ ഇങ്ങോട്ട് പവർ കട്ടുണ്ടായിട്ടില്ല. അതിനു മുൻപ് ആദ്യം ഗവൺമെന്റ് പ്രഖ്യാപിക്കും അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് 1 മണിക്കൂറാക്കും. പിന്നെ പറച്ചിൽ നിർത്തും. പിന്നെ കറണ്ട് വന്നാൽ വന്നു, പോയാൽ. ഇതായിരുന്നില്ലേ കേരളം? ആ കേരളം മാറിയില്ല. അത് പവർ കട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, വീടില്ലാത്തവർക്കെല്ലാം വീട്, നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, നല്ല ആശുപത്രി കെട്ടിടങ്ങൾ, നല്ല റോഡ്, ഗെയിൽ പൈപ്പ് ലൈൻ എന്നും വേണ്ട. എങ്ങനെ ഇതൊക്കെ സാധ്യമായി? കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായപ്പോഴാണ് കേരളത്തിൽ പവർ കട്ട് ഇല്ലാതായി.
കൊച്ചി ഇടമൺ പവർ ഹൈവേ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ആ ഫയൽ പരിശോധിച്ച് ഇത് അപ്രായോഗികവും അസാധ്യവുമാണ് എന്ന് കുറിപ്പെഴുതി അടച്ചു വെച്ച ഫയലാണ്. ആ ഗവൺമെന്റ് തന്നെയാണ് തുടർന്നിരുന്നതെങ്കിലോ ഇന്ന് കേരളത്തിൽ വൈദ്യുതിയേ ഉണ്ടാകുമായിരുന്നു. മലയാളികളുടെ ഭാഗ്യത്തിന് 2016 നമ്മുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടച്ചു വെച്ച ഫയൽ, പൊടി പിടിച്ചു കിടന്ന ഫയൽ പൊടി തട്ടിയെടുത്തു. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു. കുത്തിത്തിരിപ്പുകാരുടെ സമരങ്ങളെ അതിജീവിച്ചു. ആ സമയത്ത് വൈദ്യുത മന്ത്രിയുടെ കസേരയിൽ നിന്നത് ഇച്ഛാശക്തിയുള്ള കേരളത്തിലെ മുതിർന്ന CPIM-ന്റെ നേതാവായിരുന്ന മണിയാശാനായിരുന്നു. മണിയാശാൻ വൈദ്യുത മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ കോൺഗ്രസിന്റെ നേതാവ് കെ മുരളീധരൻ പറഞ്ഞു, പുതിയ വൈദ്യുത മന്ത്രിക്ക് ഇലക്ട്രിസിറ്റി എന്ന് എഴുതാൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. എനിക്ക് ഇലക്ട്രിസിറ്റി എന്ന് എഴുതാൻ അറിയാം എന്ന് തെളിയിക്കാൻ മണിയാശാൻ പോയില്ല. പകരം പവർ കട്ട് ഇല്ലാതാക്കാൻ തനിക്കറിയാം എന്ന് മണിയാശാൻ കേരളത്തെ കാണിച്ചു കൊടുത്തു, തെളിയിച്ചു. ആ വൈദ്യുതി ഇപ്പൊ മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഈ മാറ്റം ഉണ്ടായി. ആ മാറ്റങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ ഇനിയും യാഥാർത്ഥ്യമാകണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങണം. മലയാളിക്ക് അവകാശപ്പെട്ട വിഹിതം അത് തടയുമ്പോ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. അന്ന് ആ സമരത്തിൽ നിന്ന് വിട്ടുകൊണ്ട് കേരളത്തെ ഒറ്റിക്കൊടുത്ത് കേരളത്തിന് ഒരു സഹായവും കൊടുക്കരുത്, ഈ നാട് തുലഞ്ഞു പോകണം എന്ന നിലപാടെടുത്തവരാണ് കേരളത്തിലെ UDF. അതുകൊണ്ട് കേരളത്തിന്റെ ശത്രുക്കൾക്കെതിരായ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ചരിത്രം മാറ്റത്തിന് കാതോർക്കുന്നു. നമ്മുടെ പ്രതിനിധിയായി, നമ്മുടെ നാടിന്റെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു ചെല്ലാൻ എന്തുകൊണ്ടും യോഗ്യനായ യുവ കേരളത്തിന്റെ സാരഥിയെയാണ് ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. വസീഫ് ഇതിനോടകം ഈ പ്രദേശത്തെല്ലാം വന്ന് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും എന്നുറപ്പാണ്. വസീഫിനെ വിജയിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നാടിനു വേണ്ടി, നമുക്ക് വേണ്ടി പാർലമെന്റിൽ ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനാവും. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ വസീഫിന്റെ വിജയം ഉറപ്പുവരുത്താൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തുടർന്നുള്ള ദിവസങ്ങളിൽ ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം.